ഷറഫുദ്ദീൻ ബാക്കവി നേരിട്ട് SSFന്റെ ഓഫീസിൽ ചെന്നുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. SYS അത് അദ്ദേഹം അവിടെയുണ്ട്. കത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആർക്ക് വേണമെങ്കിലും കാണിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ കത്ത് അവർക്ക് അയച്ചിട്ടില്ലെന്ന് അവർ നിഷേധിക്കുന്ന പക്ഷം എവിടെ വേണമെങ്കിലും ഞങ്ങൾ ഹാജരാക്കാനും അത് തയ്യാറാണ്. അതേപോലെ തന്നെ ഹിറാസ് എന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് കത്ത് കിട്ടിയപ്പോൾ ഇവരാരും കാണിക്കുന്നതിനേക്കാൾ ഒരു മാന്യത എന്ന നിലയിൽ കത്ത് കിട്ടി, ഞങ്ങൾ വരാൻ തയ്യാറാണ്, ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടാകും എന്ന് അവർ അറിയിച്ചു. മറ്റൊരു സംഘടനയും പ്രതികരിച്ചിട്ടില്ല. നദ്വത്തുൽ മുജാഹിദിന്റെ 2 സംഘടനക്കും നേരിട്ട് ഓഫീസിൽ ചെന്നുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. ആരെങ്കിലും നിഷേധിക്കാൻ തയ്യാറാണെങ്കിൽ ആ കത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അവർക്ക് കാണിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അബ്ദുറഹ്മാൻ പെരിന്തൽമണ്ണ. AP-യുടെ കയ്യിൽ കിട്ടിയ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ആകാമെന്ന നിഗമനത്തിൽ അംഗീകരിച്ചുകൂടെ? ഇതൊരു അഖീദയല്ലല്ലോ, തബറുക്ക് മാത്രമല്ലോ. പിന്നെ എന്തിനാണ് സനദും അടിവേരും അന്വേഷിച്ച് നടക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. ചോദ്യകർത്താവ് പോകാൻ പാടില്ല. അവളെവിടെ? വരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള നിങ്ങളെ വിശ്വാസം എന്താണ്? നബി തങ്ങൾ സാധാരണ മനുഷ്യനാണോ അതോ അസാധാരണ മനുഷ്യനാണോ? മൈക്കൊടുക്കി. അസാധാരണ മനുഷ്യനാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലുള്ള മുടി ഇത് അധാരാണ്. അതാ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസാധാരണ മനുഷ്യനാണെങ്കിൽ ആണ് എന്നാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ിട്ടുള്ള മുടിയിൽ എന്ത് അസാധാരണയാണ് ഉള്ളത്? ഒരു അസാധുമോ എന്നോ ഉറുമ്പരിക്കുമോ എന്നോ പരിശോധിക്കണമെന്ന് നമ്മൾ പറയാനുള്ള കാരണം മനസ്സിലായോ? അതിനാൽ അസാധാരണത്വം വെളിപ്പെടാത്തതുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലുള്ളത് കേവലം ഒരു മുടി മാത്രമാകുന്നു. അസ്സലാമു അലൈക്കും. മുഹമ്മദ് ചോട്ടക്കാട്. എന്റെ ചോദ്യം, ബഹാദി നദവി കൂരിയാടിന് കത്തയച്ചു എന്ന് പറയുന്ന ഹസൻ ഗസ്രജി ദുബായിലെ ബാർ ഷോപ്പ് നടത്തുന്ന ആളല്ലേ? അള്ളാഹു മഹാന്മാരായ അറബ് സഹോദരന്മാരെ കുറിച്ച് നിന്ദ്യവും നീചവും മോശവുമായ വസ്തുതകളുടെ പിൻബലമില്ലാത്ത ഇത്തരം ദുരാരോപണങ്ങൾ പരസ്യമായി കാന്തപുരത്തിന്റെ നേതാക്കൾ പറയുന്നില്ലെങ്കിലും അവർ സ്വകാര്യമായി പ്രചരിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ആ അറബ് സഹോദരന്റെ തെളിവ്. ഈ ഉദ്ധരിച്ച ദുരാരോപണം ഇത് ഉന്നയിക്കുന്ന ആളുകളാണ് തെളിവ് ഉദ്ധരിക്കേണ്ടത്. നമ്മളങ്ങനെ കാര്യം അറിഞ്ഞിട്ടില്ല, ഒരു തെളിവ് നമ്മുടെ മുമ്പിലില്ല. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുവെങ്കിൽ അവർ തെളിവുദ്ധരിക്കട്ടെ. ഉദ്ധരിക്കാത്ത കാലത്തോടെ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ആളുകളെ കുറിച്ച് ദുരാരോപണം ഉന്നയിക്കുന്നതിൽ നാം പങ്കാളികളാകുന്നില്ല. തെളിവുണ്ടെങ്കിലാണ് ഉദ്ധരിക്കാം. അൽ ബയ്യിനത്തുൽ മുദ്ദഈ, തെളിവ് ഹാജരാക്കേണ്ടത് അത് വാദിക്കുന്ന ആളുകളാണ്. തെളിവ് പറയണം. ആ വിധത്തിലാണ് കാര്യമെന്നത് ഞാൻ പറയാൻ പോലും ലജ്ജിക്കുന്നു. ഹുസൈൻ ഗസ്രജിയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ല, അദ്ദേഹത്തിന് പറയും. ഹസൻ ഗസ്രജിയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെന്ന് കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയതിന് മുമ്പ് ഇത് പറയട്ടെ, അദ്ദേഹം ഇങ്ങനെ നടത്തുന്ന ആളാണെങ്കിൽ വല്ല തെളിവും കൈവശമുണ്ടോ? എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഞാൻ നാട്ടിൽ പോയി വായിക്കുമ്പോ ഇങ്ങോട്ട് പറയുന്നുണ്ട്. അറിയില്ല. ഇതാണ് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ്. വിവരമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല.
ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നമ്മുടെ ചെവി, കണ്ണ്, ഹൃദയം ഇതിനെക്കുറിച്ചൊക്കെ നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഈ ധാരണയോടുകൂടി ഇത്തരം ദുരാരോപണങ്ങൾ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുവെങ്കിൽ നമ്മളത് പിന്തുടരുമെന്ന് സാന്ദർഭികമായി നിർത്തുകയാണ്. ഇതുപോലെ തന്നെയാണ് അദ്ദേഹം കുടുംബത്തിൽ പുറത്താക്കപ്പെട്ട ആളെന്ന ഇവരുടെ കുപ്രചരണം. എന്തേ അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ എ പി പറയാത്തു? എന്തേ എ പിയുടെ പ്രധാനികൾ പറയാത്തു? അവർ പറയാതെ മാറുമെന്ന് പാവപ്പെട്ട ആളുകൾക്ക് ഇത്തരം ഒളിഞ്ഞും ദുഷ്പ്രചരണം നടത്തുന്നത് അവർക്കറിയാം. പരസ്യമായി പറഞ്ഞാൽ തെളിവ് ഹാജരാക്കേണ്ടി വരും. തെളിവില്ലാതെ ഇത്തരം ദുരാരോപണം ഉന്നയിക്കുന്നത് അന്യായമാണ്, അനീതിയാണ്. ഇന്ന് ഹസൻ ഗദ്രയെ കുറിച്ച് അന്വേഷിച്ചു. കത്തിലിട്ടിയപ്പോഴോ ഹസൻ ഗസ്രജിയെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിരുന്നു? ഹസൻ ഹസ്രജി എന്ന ആള് കത്തയച്ചപ്പോ അതേക്കുറിച്ച് അമീർ ഫൈസി അന്വേഷിച്ചോ എന്നാണ് ഇപ്പൊ ചോദ്യത്തിന്റെ ആകത്തുക. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കത്ത് അയച്ചത് ഹസൻ ഹസ്രജിയാണ്, കിട്ടിയത് ഡോക്ടർ ബഹാവുദ്ദീൻ നദവി അവറുകളാണ്. ഇവർക്ക് രണ്ടു പേർക്കും സംശയമില്ല. പിന്നെ പോസ്റ്റുമാന് മാത്രം സംശയമുള്ളത്. അയച്ച ആൾക്കും സംശയമില്ല, കിട്ടിയ ആൾക്കും സംശയമില്ല. പിന്നെ അതിൽ തന്നെ ടെലിഫോൺ നമ്പറുണ്ട്, കോഴിക്കോട്ടെ എല്ലാ പത്രാൾക്കാർക്കും കൊടുത്തതാണ്. അത് കൃത്യമായി വിളിച്ച് സംശയമുള്ളവർക്ക് അന്വേഷിക്കുക. പിന്നെ നമ്മൾ അന്വേഷിച്ചോ എന്നുള്ള ചോദ്യം ഒരിക്കലും പ്രസക്തവും അല്ല. അസ്സലാമു ഞാൻ വയനാട്ടുകാരനാണ്, അബ്ദുൽ ഖാദർ. ഇവിടെ ഷഹർ മുബാറക്കിൽ വരുന്ന മുടി അത് മർക്കസിൽ കൊടുക്കൽ കൈമാറുന്ന സമയത്ത് ഈജിപ്തിൽ നിന്നും വന്ന അലി ജുമുഅ എന്ന് പറഞ്ഞ അൽ-അസ്ഹറിന്റെ ഷെയ്ഖ് അവിടെ സംഗീതനായിരുന്നു എന്ന് അതിന്റെ വീഡിയോയിൽ നിന്ന് കാണാൻ സാധിച്ചു. അപ്പൊ ഇവിടെ ഈ അലി ജുമുഅ എന്ന് പറയുന്ന ഈ പണ്ഡിതൻ ഈ ഷഹർ മുബാറക്ക് കൈമാറുന്ന ഈ സ്റ്റേജിൽ, ഈ വേദിയിൽ ഒരു നിരുത്തരവാദ പ്രവർത്തനമാണ് നടത്തിയത് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അതല്ല എങ്കിൽ ഇദ്ദേഹം ഇതിനോട് യോജിച്ചതാണോ? അലി ജുമുഅ എന്ന പണ്ഡിതൻ ഈജിപ്തിൽ നിന്ന് വന്ന് ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്. അവിചാരിതമായി അദ്ദേഹം ഈ സംഭവത്തിൽ ദൃക്സാക്ഷിയായിട്ടുണ്ട്. അദ്ദേഹം നബിമാരിൽപ്പെട്ട ഒരു നബിയായിരുന്നുവെങ്കിൽ ഈ സംഭവത്തിന്റെ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മറന്ന ഗൈബെന്ന നിലയിൽ അറിയുകയും അദ്ദേഹം ഇടപെടുകയും ചെയ്യേണ്ടതായിരുന്നു. അലി ജുമുഅക്ക് ഗൈബ് അറിയുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിഷയത്തിൽ ഇടപെടാത്തതുമായി ബന്ധപ്പെട്ട് ഒരു സംശയത്തിനും ചാൻസ് ഇല്ല. അലി ജുമുഅ അല്ല, ലോകത്തെ ഏത് പണ്ഡിതന്മാർ ആ വേദിയിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും ഈ മുടി സനതുള്ളതാണോ ഇല്ലേന്ന് ആ സദസ്സിൽ ബോധ്യപ്പെടാൻ ഒരു സംവിധാനവും നിലവിലില്ലല്ലോ. അതും ഇത് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു ന്യായവും കാണുന്നില്ല. അലി ജുമുഅക്ക് ഒരിക്കലും ഗൈബ് അറിയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചാണ്, നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാം, അത് കൈമാറുന്നത് അദ്ദേഹത്തിന്റെ നേരെ മുമ്പിൽ വെച്ച് തന്നെയായിരുന്നു. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം അങ്ങനെ തോന്നുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ നേരത്തെ പറഞ്ഞത് ഈ ഹസൻ ഹസ്രജി അദ്ദേഹത്തിന് മുടി കൊടുത്ത ഹസ്രജി ഇവര് തമ്മിൽ ഇദ്ദേഹം കുടുംബത്തിൽ പുറത്തായി എന്നൊക്കെ പറയുന്നു. ചുരുക്കം ഞാൻ പറയുന്നത്, കുടുംബത്തിലെ ഈ വ്യക്തി ഇങ്ങനെ ചെയ്തു എന്നതുകൊണ്ട്, ഒരു കത്തയച്ചു എന്നതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തെ വിശ്വസിക്കുക സാധ്യമല്ല. കാരണം വഹാബുദ്ദീൻ നബി ഉസ്താദിന്റെ കുടുംബം 50,000 രൂപ ഷഹർ മുബാറക്ക് മസ്ജിദിന് സംഭാവന ചെയ്തു എന്നുള്ളത് ഒരു ലഭ്യ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു എന്നതുകൊണ്ട് ഒരു കത്തയച്ചു എന്നുകൊണ്ട് അതിന്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട്? വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ടതിന് കത്തുമായി യാതൊരു ബന്ധമില്ല. അയാൾ കത്തയച്ചാലും സനത് മുത്തസിലാവുകയോ അമാനുഷികത ബോധ്യപ്പെടുകയോ ചെയ്യാത്തിടത്തോളം കാലം മുസ്ലിം സമുദായം ഈ മുടി അംഗീകരിക്കില്ല. നിങ്ങൾ മനസ്സിലാകണ്ടോ? ഇയാൾ അനുവദിച്ച് കത്തയച്ചാലും ആയിക്കോട്ടെ, ഒന്നുകൂടി ഉറക്കിക്കോ. ഇയാൾ അനുവദിച്ച്, അതായത് മുടി ഒറിജിനലാണ് എന്ന് പറഞ്ഞ് കത്തയച്ചു നോക്കുക. എന്നിട്ട് മുടിക്ക് സനത് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും അതിന്റെ അമാനുഷികത ബോധ്യപ്പെടാതിരുന്നാലും നമ്മൾ അംഗീകരിക്കില്ല. അയാളെ കത്തിനോട് വരില്ല.
അത്രയ്ക്ക് വില കുറഞ്ഞ കത്ത് ജാമിയയുടെ വാർഷിക 25ാം വാർഷികമാണെന്ന് തോന്നുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉന്നത നേതാവ് ആ പ്രസംഗത്തിന്റെ മുഖ്യ വിഷയമായി എടുത്തതിൽ ഔദ്യോഗികത മനസ്സിലാകുന്നത് തോന്നുന്നു. അതായത് ഇത്രയ്ക്കും ഒരു നൈഫായ കത്ത് ജാമിയയുടെ ഔദ്യോഗികമായ സമ്മേളനത്തിൽ 25ാം വാർഷികത്തിൽ അതിന്റെ ഉന്നതനായ നേതാവ് മുഖ്യ വിഷയമായി എടുത്തിയതിന്റെ അനിവാര്യത. കാര്യങ്ങൾ വിശദീകരിച്ച ചരിത്ര പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു കത്തും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അയാളെ കത്ത് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് പത്രസമ്മേളനത്തിൽ നമ്മളത് വിശദീകരിച്ചു. ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് പത്രസമ്മേളനത്തിൽ അത് വിശദീകരിച്ചൊരു കാര്യമാണ്. അയാൾ കത്ത് ഹസൻ ഖസ്റജി കത്ത് അനുകൂലമായി എന്റെ സഹോദരന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഖസ്റജികളുടെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ കുടുംബങ്ങളും നമുക്ക് എന്ത് വ്യത്യസ്തമായി പറയാം, കുറെ ആൾ ഒപ്പിടുന്നേ, കുറെ ആൾ ഒപ്പിടുന്ന വ്യത്യസ്തന്റെ പേരെന്താ, ഭീമഹർജി, അങ്ങനെ വെച്ചോളി. അവരെല്ലാവരും കൂടി എഴുതി ഒപ്പിട്ട് തന്നാലും മുത്തസിലായ സനദില്ലാതെ നമ്മൾ അംഗീകരിക്കൂല, അതിലൊരു സംശയമില്ല. ഇനി അയാൾ എന്റെ അനുജന്റെ കയ്യിൽ മുടിയില്ല എന്ന് പറഞ്ഞ് കത്ത് തന്നു, അല്ലെ? എന്റെ അനുജന്റെ കയ്യിൽ മുടിയില്ല എന്ന് പറഞ്ഞ് കത്ത് തന്നു, ശരിയല്ലേ? അയാൾ മുടിയിൽ ഇല്ല എന്ന് പറഞ്ഞ് മുടിയില്ല എന്നല്ല പറഞ്ഞത്, മുടിയുള്ളത് റസൂലുള്ളാഹിന്റേതല്ല എന്നാണ് പറഞ്ഞത്. എല്ലാവരും തലയിൽ മുടിയുണ്ടല്ലോ, അതല്ല വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുടി എല്ലാവരുടെ കയ്യിലും മുടിയുണ്ടോ എന്നല്ലോ നമ്മുടെ വിശ്വാസത ചോദിച്ചിട്ടുണ്ട്. എല്ലാവരുടെ മുടിയേക്കാളും എന്ത് പ്രത്യേകതയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലുള്ള മുടിക്കുള്ളത്? അതാണ് നമ്മൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേലുണ്ടോ? പറയൂ, നേലുണ്ടോ? ഇല്ല. ഈ മുടിക്ക് നേലുണ്ടോ? എന്റെ ചോദ്യം അതല്ല. എനിക്ക് എന്റെ ചോദ്യത്തിന് മറുപടി അല്ല ഉസ്താദേ വേണ്ടത്. ഞാൻ ഇവിടെ മറുപടി ലഭിക്കാനാണ് വന്നത്. ചോദ്യം ചോദിക്കാനും നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി തരാൻ മാത്രം പണ്ഡിതനോ അല്ലെങ്കിൽ അറിവുള്ളവനോ അല്ല, മറിച്ച് ഈ ഒരു സംശയം തീർക്കുക. ഈ സംശയത്തിന് മറുപടി ഉണ്ടെങ്കിൽ മറുപടി, ഇല്ലെങ്കിൽ ഞാൻ പോകാം. എന്നോട് ചോദ്യം വെച്ച് ഉത്തരം എത്തിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഹസൻ ഖസ്റജി ഒരു കത്തയച്ചിട്ടുണ്ട്, എന്റെ സഹോദരന്റെ കയ്യിൽ മുടിയില്ല എന്ന് കത്തയച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ മുടി ആധികാരികമല്ല എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി ഒരിക്കലും അത്ര നീളത്തിൽ വളർന്നിട്ടില്ല, ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിക്ക് നേരില്ല. ആ മുടിയുടെ ഫോട്ടോയിൽ പോലും ഫ്ലാഷ് ലൈറ്റ് കാണുമ്പോൾ മുടി തെളിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്, പണ്ഡിത സദസ്സിന്റെ മുമ്പിൽ സനദിന്റെ ആധികാരികതയോ മുടിയുടെ ആധികാരികതയോ ബോധ്യപ്പെടുത്താൻ നാളിതുവരെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് മുടി വ്യാജമാണെന്ന് നമ്മൾ പറയുന്നത്. ഈ കത്ത് പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചപ്പോൾ തന്നെ ബഹാവുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കത്തിന്റെ കോപ്പി എല്ലാ പത്രക്കാർക്കും കൊടുക്കുകയും അതിന്റെ ലെറ്റർ ഹെഡിന്റെ താഴെ ഹസൻ ഖസ്റജിയുടെ ഫോൺ നമ്പറുണ്ട്, മൊബൈൽ നമ്പർ അടക്കമുണ്ട്. ഞാൻ ഈ നാട്ടുകാരനാണ്, ബഹാവുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞു ഞാൻ നാട്ടുകാരനാണ്, നിങ്ങളിൽ പലർക്കും അറിയാം, എന്നെ വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾ ഈ കത്തിന്റെ താഴെ ഈ ഹസൻ ഖസ്റജിക്ക് അറബി മാത്രമല്ല ഉറുദുവും അറിയാം, ഇതിന്റെ നമ്പർ അല്ലെങ്കിൽ ഫാക്സ് നമ്പറിലോ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വിഷയം ബോധ്യപ്പെടുന്നതാണ്. സംശയമുണ്ടെങ്കിൽ ആവാം എന്ന് വ്യക്തമായി ബഹാവുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞു. അതിൽ ആ കത്തിന്റെ ആധികാരികത പിന്നെന്താ സംശയം? അതായത് ഉസ്താദ് പറഞ്ഞു, ഇതേ വിഷയം അത് കാന്തപുരം വിഭാഗം നിങ്ങൾ മറ്റേ ഹസ്രജിയോട് ചോദിച്ചോളൂ എന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ ഉസ്താദ് ഹസൻ ഹസ്രജിയോട് ചോദിച്ചോളൂ എന്ന് പറയുന്നതിനും രണ്ടും അതായത് അവരെ ഹസനവരിലും മറ്റേ ഹസ്രജിയോട് ചോദിക്കാൻ പറയുന്നില്ല. ഒരിക്കലുമല്ല. ഒരു കത്ത് ലഭിച്ച ഒരു കത്തിന്റെ നിങ്ങൾ തന്ന ഒരു സനദിന്റെ ഒരു കോപ്പി തരികയും എന്നിട്ട് അഹമ്മദ് ഹസ്രജിയോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇതിന് തുല്യമാണ്. ഒന്നും തരാതെ അഹമ്മദ് ഹസ്രജിയോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ കത്ത് തന്നതിന് തുല്യമാകുന്നത് എങ്ങനെ? നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഒരു എഴുത്ത് തരികയും ആ എഴുത്ത് അദ്ദേഹത്തിൻ്റെതാണോ എന്ന് ചോദിക്കാൻ ഹസൻ ഹസ്രജിയോട് ചോദിച്ചോ എന്ന് പറയുന്നതിന് തുല്യമാവണമെങ്കിൽ നിങ്ങൾ സനദ് തരണം. എന്നിട്ട് ഇത് അഹമ്മദ് ഹസ്രജിയോട് ചോദിച്ചോളൂ, ഈ